കുവൈത്തിൽ അതീവ ജാഗ്രതയും സുരക്ഷാ മുൻകരുതലും തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തടഞ്ഞതായും രാജ്യത്ത് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. ഇന്ന് രാത്രി മുതൽ തറാവീഹ് നമസ്കാരം സമയപരിധിയോടെ പള്ളികളിൽ വീണ്ടും ആരംഭിച്ചു. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനായുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. സലീം കോട്ടയിൽ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സലീം, എങ്ങനെയാണ് ഈ കുവൈത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊപ്പം സുരക്ഷാ മുൻകരുതലൊക്കെ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? ആക്രമണങ്ങൾ ഏത് രീതിയിലാണ് ചെറുക്കുന്നത്? കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനജീവിതം സാധാരണ നിലയിലാണ് മുന്നോട്ട് പോയത്. അതോടൊപ്പം വിശ്വാസികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിവസവുമായിരുന്നു. നിലവിലെ സുരക്ഷാ സാഹചര്യം പരിഗണിച്ച് കുവൈത്തിലുടനീളമുള്ള എല്ലാ മസ്ജിദുകളിലും തറാവീഹ് ഖിയാം നമസ്കാരങ്ങൾ സമയപരിധിയോടെ നടത്തുമെന്ന് ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വിശ്വാസികൾക്ക് വീണ്ടും തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. ഇശാ നമസ്കാരത്തിന് ശേഷം 20 മിനിറ്റിൽ കൂടുതൽ തറാവീഹ് നീളരുതെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഖിയാം നമസ്കാരം അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ച് 12:30 അവസാനിക്കും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഇന്ന് വൈകുന്നേരം ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 14 ബാലിസ്റ്റിക് മിസൈലുകളും 23 ഡ്രോണുകളും വിജയകരമായി കൈകാര്യം ചെയ്തതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അൽ-ഉത്തൈബി പറഞ്ഞു. സൈന്യം, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുമായി അടുത്ത ഏകോപനത്തിലാണ് പ്രവർത്തനങ്ങൾ തുടരുന്നതെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് പൊതുജനങ്ങളോട് നാഷണൽ ഗാർഡ് അഭ്യർത്ഥിച്ചത്. അതേസമയം ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 67 തവണ അപായ സൈറണുകൾ മുഴക്കിയതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ നാസർ ബൌസീഫ് ഇന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനിടെ കുവൈത്തിൽ നിന്നും ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ ജസീറ എയർവേസ് പരിശോധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡയറക്ടർ ജനറൽ ഫോർ സിവിൽ ഏവിയേഷനും മറ്റു സർക്കാർ ഏജൻസികളുമായും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതായി എയർലൈൻസ് അധികൃതർ അറിയിച്ചു. അതേസമയം ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലും ചെറിയ തോതിൽ കുറവ് വരുത്തിയതായി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. ഇറാന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മുൻകരുതൽ നടപടിയെന്ന് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. നിലവിലെ സാഹചര്യത്തെ പരിഹസിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് 3 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം വിഭാഗം ഇന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഉള്ളടക്കങ്ങൾ പങ്കുവെക്കുന്നത് കുവൈത്തിൽ നിയമലംഘനമാണെന്നും ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രവാസികളും കുവൈത്തികളും നിലവിലെ സാഹചര്യങ്ങളിൽ നിഷ്പക്ഷത പാലിച്ച് ഉത്തരവാദിത്തത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ശരി, സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത് കുവൈത്ത് സിറ്റിയിൽ നിന്നും.